നാളെ നമ്മുടെ കോളേജിൽ ഗെറ്റ് ടുഗതറാ. എത്ര വർഷമായിന്നറിയോ? 2010 പാസ് ഔട്ട്. അപ്പം എത്ര കൊല്ലമായി? 15 കൊല്ലം. അമ്മ പോണില്ല. കുറേ ആൾക്കാരൊക്കെ വരും, കോളേജല്ലേ, നല്ല നല്ല ഓർമ്മകളൊക്കെ അയവിറക്കാൻ ഒരുപാട് ആൾക്കാർ വരും. അമ്മയ്ക്ക് അവിടെ അത്ര നല്ല ഓർമ്മകളൊന്നുമില്ല. പണ്ടത്തെ കാലത്തെ ഇപ്പം എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. കോളേജിലൊക്കെ ആകുമ്പോൾ ഒന്നെങ്കിൽ നല്ല ഭംഗിയുള്ള കുട്ടിയാവണം, നല്ല ഭംഗിയുള്ള കുട്ടി, 1-2 ആൾക്കാരൊക്കെ അവളെ പിന്നാലെ നടക്കുക. അപ്പോൾ അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടി, നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെ പിന്നാലെ നടന്ന അസൈൻമെൻറ്റ്, സെമിനാർ, അന്നൊക്കെ അത് സ്റ്റാർട്ടിങ്ങാണ്. അസൈൻമെൻറ്റും സെമിനാറും ഒക്കെ എഴുതാൻ പറ്റൂല. അമ്മ അത്ര നന്നായി പഠിക്കുന്ന കുട്ടിയൊന്നും വരുന്നില്ല. കാണാനും ഒരു ഭംഗിയുണ്ടായിരുന്നില്ല. മുഖത്ത് മുഴുവൻ കുരുവായിരുന്നു. മൂക്കിൻ്റെ മുളക് അത്ര പോകുന്ന കുരു. ബസ്സിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുകയല്ല, അവർ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട ആ കുട്ടിയുടെ മൂക്കിൻ്റെ മുകളിൽ എന്ത് കുരുവാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ കേൾക്കാതെ പറയാനുള്ള കരുണ പോലും അവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭംഗിയില്ലാത്തതുകൊണ്ടും നന്നായി പഠിക്കാത്തതുകൊണ്ടും അമ്മയ്ക്ക് വലിയ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് തീരെ ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ പറയണേ. നമുക്കൊരു കോളേജിലൊരു വൈബൊക്കെ ഇല്ലേ, അതൊന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. പണ്ട് വീട്ടിൽ നിന്ന് ടൂറൊന്നും പോയിരുന്നില്ല. അച്ഛന് തലവേദനയായിരുന്നു. അച്ഛന് കൊല്ലത്തിലൊരിക്കൽ ടൂറ് പോകാവുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ. പക്ഷേ എങ്ങോട്ടും ടൂറ് പോയിട്ടില്ല. ഒരു ഫ്രണ്ടുണ്ട് പ്രിയ, അവൾ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തേക്കും ടൂറ് പോകുന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു എങ്ങടേലൊക്കെ പോകാൻ. പിന്നെ നമ്മുടെ നീതു, അവരൊക്കെ ടൂറ് പോകുമായിരുന്നു. അമ്മയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ടൂർ കോളേജിൽ നിന്ന് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. ചാടി തുള്ളി അമ്മയും പോയി. ബസ്സിൽ കയറിയപ്പോൾ തന്നെ പണി പാളിയെന്ന് മനസ്സിലായി. എല്ലാവരും ഓരോരോ ഫ്രണ്ട്സിൻ്റെ അടുത്തിരുന്നു. അമ്മയ്ക്കിരിക്കാൻ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊന്നും ഉണ്ടായില്ല. എല്ലാവരോടും വീണ്ടും നല്ല കമ്പനിയാണ്, പക്ഷെ അമ്മയ്ക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല എന്ന് ആ ബസ് കയറിയപ്പോഴാണ് അമ്മ മനസ്സിലാക്കിയത്. നമ്മളെവിടെയെങ്കിലും പോയിരിക്കുമ്പോഴേക്കും ഇത് അവൾക്ക് പിടിച്ച സീറ്റാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റും. അപ്പോൾ അവർക്കൊക്കെ, അതായത് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ സീറ്റ് പിടിക്കാൻ ആളുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ആരും സീറ്റ് പിടിച്ചില്ല. അന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്കാരും ഫ്രണ്ട്സ് ഇല്ല എന്ന്. എന്നിട്ട് അമ്മ ഒറ്റയ്ക്കൊരു സീറ്റ് പോയിരുന്നു. അമ്മയ്ക്ക് കോളേജിൽ തീരെ ഇഷ്ടമില്ലാത്ത ടീച്ചറുണ്ടായിരുന്നു, ജിഷ ടീച്ചർ അന്ന് അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാട്ടാ. കാരണം അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ സങ്കടം. പിന്നെ ജിഷ ടീച്ചർ വന്നിരുന്ന അതിപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഭയങ്കര സങ്കടം. എല്ലാവരും കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഇരിക്കുക. അമ്മയ്ക്ക് മാത്രം ഒരു സന്തോഷം തോന്നിയില്ല. കുറേ ദൂരം ചെന്നപ്പം ഒരു കുട്ടി നല്ലോണം ഛർദ്ദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ മാറി നിന്നു. ഛർദി മേലാവാതിരിക്കാനും ഛർദി ചവിട്ടാതിരിക്കാനൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര പാവം തോന്നി. അമ്മ പോയിട്ട് അവളുടെ പുറമൊക്കെ ഒഴിഞ്ഞു കൊടുത്തു. അവളെ കൊടുന്ന് നമ്മുടെ മടിയിൽ കിടത്തി. കുറച്ച് ദൂരം അവൾ നല്ലോണം ഉറങ്ങി. അപ്പോൾ അവളുടെ ഛർദി ക്ഷീണമൊക്കെ മാറി. അവൾ
ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ ആദ്യം തന്നെ അമ്മോട് പറഞ്ഞത് എന്താണെന്നറിയോ, എന്നാൽ ഞാൻ അവിടേക്ക് പോട്ടെ, ഞാൻ അവരുടെ കൂടെ പോയിരിക്കാട്ടാന്ന് പറഞ്ഞിട്ട് അവൾ പോയി. സഹിച്ചില്ല, ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അവരൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അവരൊന്നും കെയർ ചെയ്യാത്തോടത്തുനിന്ന് അമ്മ പിടിച്ചു കൊടുത്തിട്ട് അവളെ കെയർ ചെയ്ത് അവളൊന്ന് ഉറങ്ങി എണീറ്റ് അവളൊന്ന് ഓക്കെ ആയപ്പോൾ ആ സെക്കൻഡിൽ ഒരു 10 മിനിറ്റ് അമ്മയുടെ അടുത്തിരുന്നിട്ട് അവൾ പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് സങ്കടമില്ല. അപ്പോഴേക്കും അവളെ എണീറ്റ് അപ്പുറത്തേക്ക് ഓടി. എന്നിട്ട് അവിടെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് അവരവിടെ സ്ഥലം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ നടക്കാനും കൂടെ ഇരിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ കൈയൊക്കെ പിടിച്ച് കോർത്ത് പിടിച്ച്, ഇന്നൊക്കെ ആണെങ്കിൽ ഫോൺ തോണ്ടിയിരിക്കുക, പണ്ട് ഫോണും ഇല്ല. ആദ്യമായിട്ട് പോയതാ, ആരുമില്ലാതെ ഭയങ്കര സങ്കടമായിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നായിരുന്നു ചിന്ത. ഇനിയൊരു ടൂറിന് അമ്മ പോവില്ല എന്ന് അമ്മ ഉറപ്പിച്ചു. അടുത്ത ഒരു ടൂർ വന്നു. എപ്പോഴേക്കും എല്ലാവരും വാ ടൂറിന്. ഞാനില്ല എന്ന് പറഞ്ഞു. ഒരു കുട്ടി അമ്മേനെ ഭയങ്കരമായിട്ട് വന്ന് നിർബന്ധിച്ചു. അപ്പോൾ അവളോട് അമ്മ പറഞ്ഞു, എൻ്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല, എൻ്റെ കൈ പിടിച്ച് നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ ആരുമില്ല, നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഇല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അറിയാത്തതെന്ന്. കേട്ട പാടി കേൾക്കാത്ത പാതി ആ കുട്ടി പോയി. ഇതേ ആവശ്യമായിട്ട് വേറൊരു കുട്ടിയും കൂടി വന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ ഞാനിരിക്കാം, നിൻ്റെ കൂടെ ഞാൻ നടക്കാം, നീ ടൂറിന് വരുമോ ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. കൊതിയാ, ടൂറിന് പോവുകയെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത കൊതിയാണ്. ടൂറിന് പോയി. അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു അവൾ വാക്ക് തെറ്റിക്കുമോ, അവൾ അമ്മേനെ പറ്റിക്കുമെന്ന്. അവൾ പറ്റിച്ചില്ല. അമ്മയ്ക്ക് അവൾ സ്ഥലം പിടിച്ചു. അമ്മയുടെ കൂടെ ഇരുന്നു. അമ്മയുടെ കൂടെ നടന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ആ ടൂർ. കഴിഞ്ഞ ടൂറിന് വേഗം വീട്ടിലെത്തരുമെന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ ടൂറിന് അമ്മ ഈ ദിവസം അവസാനിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അമ്മോട് ജീവിതത്തിൽ ആദ്യമായിട്ട് കരുണ കാണിച്ചൊരു കുട്ടി, ഒരു കൂട്ടുകാരി, അതവളാണ്. അമ്മ പിന്നെ മലേഷ്യയിൽ പോയി, സിംഗപ്പൂർ പോയി, ഗുജറാത്ത് പോയി, രാജസ്ഥാനിൽ പോയി, ഒരുപാട് സ്ഥലത്ത് പോയി. പക്ഷേ അത്രയും നല്ലൊരു ട്രിപ്പ് അമ്മ പോയിട്ടില്ല. എന്നും അവളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികളുടെ നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇവളുടെ കയ്യിൽ ഇവിടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇന്നും ഒരുപാട് നന്ദിയുണ്ട് അവളോട്. അത്രയ്ക്കും രസമായിരുന്നു ആ ടൂറ്. അമ്മ പോയല്ലേ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടൂറ്. ഇങ്ങടെ ടൂറ് പോയതൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല. നിന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മ കുറേ കാര്യങ്ങൾ മറന്നു പോയിരിക്കണം. ഭയങ്കര ട്രോമയായിരുന്നു അമ്മയ്ക്ക് നിന്നെ പ്രസവിച്ച സമയം. പക്ഷേ അവളുടെ കൂടെയുള്ള ആ ടൂറും അതമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അമ്മ പോവില്ല, ഗെറ്റ് ടുഗദറിന് അമ്മ പോവില്ല.